നല്ല മുന്തിരി വൈൻ ഉണ്ടാക്കുന്ന വിധമാണ് ഇതിൽ. ഇതിനായി നല്ല കറുത്ത മുന്തിരി, ജ്യൂസ് മുന്തിരി അല്ലെങ്കിൽ വൈൻ ഉണ്ടാക്കുന്ന മുന്തിരി എന്ന് പറഞ്ഞ് വാങ്ങിയാൽ മതി. അതിന് നല്ല റോസ് കളർ ഉള്ളതാണെങ്കിൽ അതിന് പൊളിക്കുമ്പോൾ ഇങ്ങനെ റോസ് കളറിൽ വരുന്നതാണെങ്കിൽ വൈന് നല്ല കളർ കിട്ടും. അതുപോലത്തെ മുന്തിരി നോക്കിയെടുക്കണം. നല്ല കറുത്ത മുന്തിരിയാണെങ്കിൽ നല്ല കളറായിരിക്കും വൈന്. ഇത് നന്നായിട്ട് ഉപ്പൊക്കെ കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുക്കണം, അല്ലെങ്കിൽ അതിൽ കീടനാശിനികളൊക്കെ തെളിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നന്നായി കഴുകിയെടുത്തിട്ട് വേണം ഇതുണ്ടാക്കാൻ. 4ാമത്തെ ദിവസം തുടങ്ങി വൈൻ്റെ ടേസ്റ്റ് കിട്ടും. അധികം വീര്യമില്ലാത്തതാണ് ആവശ്യമെങ്കിൽ 4 തുടങ്ങി 7 ദിവസം വരെ വെച്ചുകൊണ്ടിരുന്ന് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. ഇത് നല്ല വീര്യമുള്ളതാണെങ്കിൽ 14 തുടങ്ങി 21 ദിവസം വരെ വെച്ചുകൊണ്ടിരുന്നാൽ നല്ല വീര്യമുള്ള വൈൻ കിട്ടും. ഉപ്പൊക്കെ ഇട്ട് കുറച്ച് അരമണിക്കൂറോ 1 മണിക്കൂറോ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം ഇത് കഴുകിയൊക്കെ എടുക്കാൻ. ഞാൻ 1/2 കിലോ മുന്തിരിയാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ മുന്തിരി കഴുകിയെടുത്ത ശേഷം ഞാൻ അതിൽ മിക്സിയിലിട്ട് പതുക്കൊന്ന് ഉടച്ചാണ് എടുത്തേക്കുന്നത്. മിക്സിയിലിട്ട് ഉടക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് ഉടച്ചെടുക്കാം. എന്നിട്ട് ഞാൻ വേവിച്ച് തിളപ്പിച്ചെടുത്ത ശേഷമാണ് വൈൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ പൂപ്പലുണ്ടാവില്ല, അധികം റിസ്ക്കും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. 1/2 കിലോ മുന്തിരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അടിച്ച് വെച്ച മുന്തിരിയിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുക. ഇതിനായി 4 ചെറിയ കറുവപ്പട്ട, പിന്നെ 4 കരയാമ്പൂ, പിന്നെ 3 ഏലക്കായ, പിന്നെ കുറച്ച് ജാതിക്ക എടുത്തിട്ടുണ്ട് പൊടിച്ച്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അത് ഏലക്കായ ചെറുതായിട്ടൊന്ന് ചതച്ച് വേണം ഇടാൻ. ജാതിക്ക ഇടണമെന്നില്ല, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർ ഇല്ലാത്തവരും ഇടണമെന്നില്ല. പിന്നെ 1 ഗ്ലാസ് പഞ്ചസാര, ഞാൻ ആദ്യം 3/4 ഗ്ലാസ്സാണ് എടുത്തത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് പുളിച്ച ശേഷം നോക്കിയപ്പോൾ മധുരം കുറവായിരുന്നു. അപ്പോൾ പിന്നെയും ഇടേണ്ടി വന്നു. അപ്പോൾ 3/4 ഗ്ലാസ്. പിന്നെ കുറച്ച് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. മുന്തിരിക്ക് അധികം കളറില്ലെങ്കിൽ, ഇപ്പോൾ കളറ് കൂടുതൽ കിട്ടാൻ വേണ്ടി പഞ്ചസാര കരിച്ചിരുന്നേക്കാണ് നല്ലത്. ഞാൻ ബീറ്റ്റൂട്ടാണ് ഇട്ടത്. അപ്പോൾ നല്ല കളറ് കിട്ടും വൈന്. എന്നിട്ട് ഇത് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. ഭയങ്കരമായിട്ട് കുറേ നേരം തിളപ്പിക്കേണ്ട. ഒന്ന് തിളച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. ഇത് തിളച്ച ശേഷം ഇത് തണുപ്പിക്കാൻ വെക്കുക. തണുത്ത ശേഷമാണ് ചില്ല് കുപ്പിയിൽ അല്ലെങ്കിൽ ഭരണിയിൽ ഇട്ട് വെക്കേണ്ടത്. ഞാൻ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ചില്ല് കുപ്പിയാണ് എടുത്തേക്കുന്നത്. ചില്ല് കുപ്പി നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് വേണം. ഇപ്പോൾ ചില്ല് കുപ്പി അല്ലെങ്കിൽ ഭരണി ഏതാണ് നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് അതൊക്കെ നന്നായി കഴുകി വെയിലത്ത് വെച്ച് തലേദിവസം തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് വേണം ഇതിലോട്ട് ഈ കൂട്ട് ഒഴിച്ച് വെക്കാൻ. അല്ലെങ്കിൽ അത് പൂപ്പൽ പിടിക്കും. വെള്ളമൊന്നും ഒട്ടും ഉണ്ടാകാൻ പാടില്ല. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വൈൻ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഈ കുപ്പി കഴുകിയെടുത്തിട്ടും അങ്ങനെയും ചെയ്യാം. അതിനേക്കാളും നല്ലത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതായിരിക്കും. എന്നിട്ട് തണുത്ത ശേഷം ഈ തിളപ്പിച്ച മുന്തിരി ഈ കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കുക. ഇതിലേക്ക് 1/4 സ്പൂൺ ഈസ്റ്റ് ഇടുക. ഞാൻ 1/2 കിലോ മുന്തിരിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് 1/4 സ്പൂണാണ്. ഞങ്ങൾക്ക് അധികം വീര്യം ഇഷ്ടമില്ല. അതുകൊണ്ട് ഞങ്ങൾ 1/4 സ്പൂണാണ് ഇട്ടേക്കുന്നത്. വേണമെങ്കിൽ 1/2 സ്പൂണോ 1 സ്പൂണോ ഇടാം. അപ്പോൾ വീര്യം കൂടുതൽ കിട്ടും. പിന്നെ 2 സ്പൂൺ നുറുക്ക് ഗോതമ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഗോതമ്പ് ഉണ്ടെങ്കിൽ ഗോതമ്പ് ഇടാം. എനിക്ക് ഗോതമ്പ് കിട്ടാത്തതുകൊണ്ട് നുറുക്ക് ഗോതമ്പാണ് ഇട്ടത്. ആ കുപ്പിയുടെ മൂടി ഒരു കോട്ടൺ തുണി, അതായത് ഈ കോട്ടൺ മുണ്ടിൻ്റെ ക്രീം കളറോ വൈറ്റ് കളറോ ഏതെങ്കിലും പഴയ മുണ്ടെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തത് അതിൻ്റെ വായിൽ മൂടി വെച്ച് അതിൻ്റെ പുറത്ത് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഭയങ്കരമായിട്ട് ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഗ്യാസ് വരുമ്പോൾ കുപ്പി പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടാതിരിക്കാൻ വേണ്ടി പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഈസ്റ്റും ഗോതമ്പും ഇട്ട ശേഷം ഒന്ന് മിക്സ് ചെയ്തിരിക്കണം. അത് ഞാൻ ഒന്ന് പറയാൻ മറന്നുപോയി. ആദ്യം മിക്സ് ചെയ്ത ശേഷം വേണം ഈ തുണി വെച്ച് മൂടി വെക്കാൻ. അതിനുശേഷം പിറ്റേ ദിവസവും സ്പൂണൊക്കെ ഒന്ന് നല്ലോണം കഴുകിയെടുത്ത് ഉണക്കിയ സ്പൂണായിരിക്കണം. വെള്ളം സ്പൂണിലൊന്നും ഒട്ടും ഉണ്ടാകരുത്. അതുകൊണ്ട് ഒന്ന് ഇളക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കുപ്പി പതുക്കൊന്ന് കുലുക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഈ 14 ദിവസമോ അല്ലെങ്കിൽ 21 ദിവസമൊക്കെയാണ് ചിലവർ വെക്കുന്നത്. അപ്പം ഒരുവിധം വീര്യം ഉണ്ടാവും. ഞങ്ങൾക്ക് അധികം വീര്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ 7 ദിവസമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ പകുതി ദിവസം ഇളക്കണം, പകുതി ദിവസം ഇളക്കാതെ അനക്കാതെ വെച്ചേക്കണം. അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ 3 ദിവസം ഞങ്ങൾ ഇതുപോലെ കുപ്പി ഇങ്ങനെ കുലുക്കി അല്ലെങ്കിൽ സ്പൂണും കൊണ്ട് ഇളക്കി ചെയ്തു. അതിന് ശേഷം ബാക്കിയുള്ള 3 ദിവസം ഞങ്ങൾ അനക്കാതെ വെച്ച ശേഷമാണ് എടുത്തത്. അതിന് ശേഷം
കോട്ടൺ തുണിയിൽ തന്നെ ഈ ജ്യൂസ് അരിച്ചെടുക്കാം. ഈ 2 ദിവസമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. മധുരം ആവശ്യമുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടൊക്കെ വേണം. ഇപ്പം പല മുന്തിരിക്കും മധുരം കൂടുതലും കുറവുള്ള മുന്തിരികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ പുളിച്ച് വരുമ്പോൾ നമ്മൾ ഇട്ട മധുരം ചിലപ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ മധുരം ഉണ്ടാകുന്നത് നോക്കണം. മധുരം നമുക്ക് ആവശ്യമുള്ള മധുരം ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇളക്കണ സമയത്ത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് എത്ര ദിവസം കൂടെ എടുത്ത് വെക്കണം അതിൻ്റെ പകുതി ദിവസം ഇളക്കാം. അതിന് ശേഷം അനക്കാതെ വെച്ചുകൊണ്ടിരിക്കാം. അതിനുശേഷം അരിച്ചെടുത്ത് ഈ ഒരു നല്ല കുപ്പിയിൽ എടുത്ത് വെക്കുന്നത്. കുപ്പിയൊക്കെ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി തലേ ദിവസം തന്നെ ഉണക്കി എടുത്ത് വെച്ചേക്കണം. അതൊക്കെ എന്നിട്ട് ഒട്ടും വെള്ളമില്ലാത്ത ഒരു കുപ്പിയിലോട്ട് ഈ വൈനൊക്കെ ഒഴിച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് തണുപ്പോടുകൂടി കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പുറത്ത് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും ടേസ്റ്റും. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ഇതുപോലത്തെ വൈൻ നല്ല ബീട്രൂട്ടൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല കളർ കിട്ടും. പിന്നെ നല്ല കറുത്ത മുന്തിരി നോക്കി സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല കളർ കിട്ടും. പിന്നെ എത്ര ദിവസം എന്തോരം വീര്യം വേണം അതനുസരിച്ച് ദിവസങ്ങൾ സെലക്ട് ചെയ്ത് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി വൈൻ കിട്ടും.